ഹലോ വെൽക്കം ബാക്ക് ടു റമദാൻ സീരീസ്. ഇന്ന് 2 റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നൊരു അടിപൊളി ഡ്രിങ്കാണ്, നമ്മൾ പപ്പായ കൊണ്ടുള്ള ഒരു ഷേക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ. അതുപോലെ ഇന്നത്തെ സ്നാക്ക് ഐറ്റം ഉന്നക്കായാണ്. അപ്പോൾ പഴം കൊണ്ടുള്ള നല്ലൊരു ഉന്നക്കായുടെ റെസിപ്പി കൂടെ ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉന്നക്കായുടെ റെസിപ്പി കണ്ടിട്ട് വരാം. ഉന്നക്കായ ഉണ്ടാക്കാൻ നിങ്ങൾ പഴം എടുക്കുമ്പോൾ അധികം പഴുക്കാത്ത പഴം വേണം കേട്ടോ എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 പഴം എടുത്ത് നന്നായി ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അത് നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിലോ അല്ലെങ്കിൽ അടിയിൽ ഒരു പാത്രം വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. പഴമൊക്കെ നന്നായി ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ പഴത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെൻറ്റർ കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള ആ നാരൊന്ന് മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ നമുക്കത് കുഴച്ചെടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. അതിൻ്റെ പേരിൽ നമ്മൾ നാരൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കത്തി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ പഴത്തിൻ്റെ ഇതുപോലെ സെൻറ്ററിലുള്ള പോർഷൻ ഞാനൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. വേവിച്ച് പഴമായതുകൊണ്ട് തന്നെ വേഗം തന്നെ അത് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്നിട്ട് നമുക്ക് ഈ പഴമൊക്കെ നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ഞാനത് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാനൊന്ന് ഒരു മാഷർ വെച്ച് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ പഴം കംപ്ലീറ്റ് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ ഞാനൊരു പാൻ എടുത്ത് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നട്ട്സ് ഒന്ന് നിറം മാറി വന്നതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് ഒന്ന് വീർത്ത് വരുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കിസ്മിസ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചുരുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് റോസ്റ്റായി വരണം. ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ പഴം ഉടച്ച് വെച്ചതിലേക്ക് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു കയ്യിലാകെ ഒട്ടിപ്പിടിച്ച് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് അത്രയും തന്നെ അളവിൽ മൈദ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നെയ്യും അതുപോലെ പൊടികളൊക്കെ ചേർത്ത കാരണം ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ചെറിയ ബോൾസ് ആക്കി ഇതുപോലെ പരത്തിയെടുത്ത് നമുക്കതിൽ ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഉന്നക്കായയുടെ ഷേപ്പിൽ നന്നായി ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എല്ലാ ഉന്നക്കായയും റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഉന്നക്കായ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉന്നക്കായ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അധികം തിക്കായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. കാരണം നമുക്കിത് മറിച്ചിടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഗ്യാപ്പ് ഇട്ടിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെ ഒരു സൈഡൊക്കെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മറിച്ചിടുമ്പോൾ ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇടാതെ കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഉന്നക്കായ എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് ഞാൻ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടുത്ത സെറ്റ് ഞാൻ കോരി മാറ്റുകയാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അത് ഉരുട്ടിയെടുക്കുന്ന ഒരു ടൈമേ വരുള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ എണ്ണക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ റെസിപ്പി നല്ലൊരു പപ്പായ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് പപ്പായ കട്ട് ചെയ്ത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഫ്രോസൺ ചെയ്ത പാലുണ്ടെങ്കിൽ അതെടുത്താൽ മതി. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. അതുപോലെ ഒരു 2 കപ്പ് ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഷുഗറും കൂടെ ആഡ് ചെയ്ത് ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഇത് അടിപൊളിയായിരിക്കും. ക്രീമൊക്കെ ഉള്ള കാരണം ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ടോപ്പിങ്സായി കുറച്ച് നട്ട്സും കൂടെ ആൽമണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പപ്പായ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിന്നിൻ്റെ ഭാഗം കുറച്ച് കട്ടിയിൽ തന്നെ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഷേക്കിനൊരു കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ എത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ 2 റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.